നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് ന്യൂസ് റൂം ലൈവിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. എംടിയുടെ വിമർശനത്തിൽ പ്രതികരിച്ച് എഴുത്തുകാരൻ NE സുധീർ. മുഖ്യമന്ത്രിയെ വിമർശിക്കുകയായിരുന്നില്ലെന്ന് MT പറഞ്ഞു. പറഞ്ഞത് യാഥാർത്ഥ്യങ്ങൾ. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ, അതിന്റെ ഉസ്താദുമാരെ, അതിന്റെ സാദാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ SKSF പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും. വിവാദ പരാമർശവുമായി SKSS നേതാവ്. സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടുമെന്ന് സത്താർ പന്തല്ലൂർ. രാഹുൽ മങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിച്ച യൂത്ത് കോൺഗ്രസ്. രാത്രി ക്ലിഫ് ഹൌസിലേക്ക് സമരജ്വാല. 5 ജില്ലകളിൽ പ്രതിഷേധ മാർച്ച്. കൊച്ചിയിൽ സിറോ മലബാർ സഭ സിനഡ്. പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ അധ്യക്ഷതയിൽ ആദ്യ യോഗം. കുർബാന തർക്കവും അതിരൂപത വിഭജനവും ചർച്ചയാകും. ഇന്ന് എരുമേലിയിൽ പേട്ടതുള്ളൽ. സന്നിധാനത്ത് നിയന്ത്രണങ്ങൾ. തിരക്ക് കുറഞ്ഞു. സുരക്ഷ ശക്തം. അടൽ സേതു പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ഉദ്ഘാടനം മുംബൈയിൽ വൈകിട്ട് 3:30. തുറക്കുന്നത് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം. ന്യൂസ് റൂം ലൈവിലേക്ക് വിശദമായി. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയുള്ള MTയുടെ വിമർശനത്തിൽ പ്രതികരണവുമായി എഴുത്തുകാരൻ NE സുധീർ. വിമർശിക്കുകയായിരുന്നില്ല, ചില യാഥാർത്ഥ്യങ്ങൾ പറയുകയായിരുന്നുവെന്ന് MT തന്നോട് പറഞ്ഞു. അതാർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അതാണ് നല്ലതെന്ന് MT പറഞ്ഞുവെന്നും NE സുധീർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. MS അനീഷ് കുമാർ ചേർന്നു വിവരങ്ങളുമായി. അനീഷ്, ഈ മുഖ്യമന്ത്രി വേദിയിലിരിക്കെ MT പറഞ്ഞ പരാമർശങ്ങൾ അത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ NE സുധീറിന്റെ വിശദീകരണം എന്താണ്? എൽദോ, KLFന്റെ കോഴിക്കോട്ടെ വേദിയിൽ ഇന്നലെ MT വാസുദേവനാൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉണ്ടായ നൂതന പ്രവണതകളെ കുറിച്ചുള്ള വിമർശനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നുമെതിരായ വിമർശനമെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ മറിച്ച് ഇത് BJPയെ കുറിച്ചുള്ള MTയുടെ വിമർശനമെന്നാണ് ഇടതുക്യാവ് പറയുന്നത്. ഇത്തരത്തിൽ ഇരുവിഭാഗവും തങ്ങളെ പറ്റി എന്ന് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ കാര്യത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു മറുകുറിപ്പ് ഇറക്കി MT രംഗത്തെത്തിയിട്ടില്ല. ദേശാമാനിയും കൈരളിയും ഒക്കെ ഇത് സർക്കാരിനെതിരായ വിമർശനമല്ല എന്ന് MT ഉദ്ധരിച്ച് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഒരു ഔദ്യോഗികമായ വിശദീകരണമോ കുറിപ്പോ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിനോട് അടുത്ത ബന്ധമുള്ളതും സാഹിത്യകാരനുമായ സുധീർ NEയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം ഇങ്ങനെയാണ് കുറിപ്പിൽ പറയുന്നത്. ഇന്നലെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ നാളെ KLF ഉദ്ഘാടന വേദിയിൽ ചിലത് പറയുമെന്നും എല്ലാം വിശദമായി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും MT പറഞ്ഞിരുന്നു. അതിത്രയും കനപ്പെട്ട ഒരു രാഷ്ട്രീയ വിമർശനമാകുമെന്ന് ഞാനും കരുതിയില്ല. ഇന്ന് വൈകിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അതേപ്പറ്റി സംസാരിച്ചു. MT എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ വിമർശിക്കുകയായിരുന്നില്ല, ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി, പറഞ്ഞു, അത്ര തന്നെ. അതാർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത്. അതായത് MT തന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നു. താൻ വിമർശിക്കുകയല്ല, ചില യാഥാർത്ഥ്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത്. അതൊരു വിമർശനം തന്നെയാണ് താൻ ഉന്നയിച്ചത്. അതുകൊണ്ട് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിതെളിച്ചാൽ അത് നല്ല കാര്യം എന്ന് തോന്നുമ്പോൾ MT എറിഞ്ഞ കല്ല് കൊള്ളേണ്ട ഇടങ്ങളിൽ കൊണ്ടു എന്ന് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിമർശനങ്ങൾ. EMS എങ്ങനെ ഒരു സമരാരാധനായി മാറുന്നു എന്ന് അദ്ദേഹം പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരമാണെന്ന സിദ്ധാന്തത്തെ നമ്മൾ പണ്ടേ കുഴിച്ചുമൂടി. അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള തുറന്ന അവസരമാണെന്നും MT കുറ്റപ്പെടുത്തി. 1957 ബാലറ്റ് വിക്ടറിയിലൂടെ കേരളത്തിൽ അധികാരത്തിൽ എത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ലക്ഷ്യം നേടി എന്ന അകംഭാവത്തിൽ ചിലർ എത്തിപ്പെട്ടിട്ടുണ്ടാവും. ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന് തുടക്കം മാത്രമാണ് അധികാരത്തിന്റെ അവസരം എന്ന് വിശ്വസിച്ച നേതാവായിരുന്നു EMS എന്നടക്കമുള്ള പരാമർശങ്ങളായിരുന്നു MT നടത്തിയത്. ഒപ്പം റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ തകർച്ചയിലേക്ക് നീങ്ങി അല്ലെങ്കിൽ USSR എങ്ങനെ തകർന്നു എന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. അത് സമകാലീന സാഹചര്യങ്ങളോട് ഏറെ
പൊരുത്തപ്പെടുന്ന പരാമർശങ്ങളായിരുന്നു MD-യുടേത്. MD-യുടെ പ്രസംഗം വേദിയിൽ അദ്ദേഹത്തിന്റെ പ്രായാധിക്യമടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് അത്ര വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ MD-യുടെ മകളുടെ അടുത്തെത്തി WDC-യിൽ നിന്നും ഇന്നലെ ആ എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം വാങ്ങുകയും ആ പൂർണ്ണരൂപമാണ് പിന്നീട് നമ്മളടക്കം കൊടുക്കുകയും ചെയ്തത്. എന്തായാലും അതിൽ നിശ്ചിതമായ വിമർശനങ്ങളും രാഷ്ട്രീയത്തോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളുമാണ് വ്യക്തമായി നിലനിൽക്കുന്നത്. എന്തായാലും നിലവിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം തള്ളി, അല്ലെങ്കിൽ അതിലെന്താണ് താൻ ഉദ്ദേശിച്ചതെന്നോ അല്ലെങ്കിൽ താൻ എന്തുദ്ദേശിച്ചില്ല എന്നോ വ്യക്തമാക്കിക്കൊണ്ടൊരു കുറിപ്പ് ഇതുവരെ ഇറക്കിയിട്ടുമില്ല. എൽദോ, ശരി. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം തുടരുന്നു. രാത്രി 8-ന് സമരജ്വാല എന്ന പേരിൽ ക്ലിഫ് ഹൗസിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിക്കും. ഇതിനു പുറമെ മറ്റ് 4 ജില്ലകളിലും ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 17-ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാർട്ടി സംസ്ഥാന നേതൃത്വം യൂത്ത് കോൺഗ്രസും സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ആഹ്വാനപ്രകാരമാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് കൂടി പ്രതിഷേധം വ്യാപിപ്പിക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൻ പ്രകാരം ഇന്ന് 4 ജില്ലകളിലായിരിക്കും പ്രതിഷേധ പരിപാടികൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുക. കോട്ടയം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ഈ 4 ജില്ലകളിലായിരിക്കും ഈ യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിഷേധ പരിപാടികൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടക്കുക എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ UDF-ന്റെ മറ്റ് നേതാക്കന്മാരും വിവിധയിടങ്ങളിൽ പ്രതിഷേധ പരിപാടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. കൃത്യമായ ഭരണകൂട ഭീകരതയാണ് കോൺഗ്രസിനെതിരെ, പ്രതിപക്ഷത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാർ എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ പരിപാടികൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും 17-ാം തീയതിയായിരിക്കും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അപ്പീൽ പരിഗണിക്കുക. കടുത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷയിന്മേൽ കോടതിയുടെ തീരുമാനം നിർണായകമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 22-ാം തീയതി വരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡിൽ ആയിരിക്കുന്നത്. 22-ാം തീയതി വരെയാണ് ഈ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കാനുള്ള കാലം. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം 1-ാം പ്രതിയായിട്ടുള്ള ഒരു കേസ്, ആ കേസിലാണ് 4-ാം പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. അതിൽ തന്നെ മറ്റുള്ളവരെ ചോദ്യം ചെയ്യണമോ അതോ അവരിൽ നിന്ന് പോലീസിനെതിരെ ഉണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം തന്നെ M. വിൻസെന്റ് MLA, അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ MLA ഇവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയണമോ എന്ന കാര്യത്തിലടക്കം ഉദ്യോഗസ്ഥർ കൃത്യമായ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. അത്തരമുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷം മാത്രമേ കൂടുതൽ നേതാക്കളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുമോ അല്ലെങ്കിൽ പ്രതി ചേർത്തിരിക്കുന്ന മറ്റ് ജനപ്രതിനിധികളടക്കമുള്ളവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന കാര്യത്തിലൊക്കെ വ്യക്തമായൊരു ധാരണയുണ്ടാകുകയുള്ളൂ. എന്തായാലും സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിച്ചത്. അത് കൂടുതൽ ദിവസങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിൻ്റെ നീക്കങ്ങളുടെ ഭാഗമായാണ് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് കൂടി ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള നീക്കം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ റാഫേൽ തട്ടലിന്റെ അധ്യക്ഷതയിൽ ആദ്യ സിനഡ് യോഗം ഇന്ന് നടക്കും. സഭ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന സിനഡിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം, അതിരൂപത വിഭജനം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയാകും. KPCC പ്രസിഡന്റ് K. സുധാകരൻ നൽകിയ മാനനഷ്ട കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് എറണാകുളം CJM കോടതിയിൽ ഹാജരായേക്കില്ല.
മോൻസൺ മാവുങ്കൽ പ്രതിയായ പോക്സോ കേസിൽ MV ഗോവിന്ദൻ നടത്തിയ പരാമർശത്തിലാണ് കെ സുധാകരൻ ക്രിമിനൽ മാനനഷ്ട കേസ് നൽകിയത്. കേസിൽ ഇന്ന് നേരിട്ട് ഹാജരാകണമെന്ന് MV ഗോവിന്ദന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. പാർട്ടി പരിപാടികളുമായി ബന്ധപ്പെട്ട തിരക്കിലായതിനാൽ ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്നറിയിക്കാനാണ് സാധ്യത. MV ഗോവിന്ദന് പുറമെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ദേശാഭിമാനി പത്രം എന്നീ കക്ഷികൾക്കെതിരെയും സുധാകരൻ മാനനഷ്ട കേസ് നൽകിയിട്ടുണ്ട്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ചോദ്യം ചെയ്യലിന് തോമസ് ഐസക് EDക്ക് മുന്നിൽ ഇന്ന് ഹാജരാകാൻ കഴിയില്ലെന്ന് തോമസ് ഐസക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചു. നേരത്തെ നിശ്ചയിച്ച പാർട്ടി പരിപാടികൾ ഉള്ളതിനാൽ മറ്റൊരു ദിവസം ഹാജരാകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ED ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല. കിഫ്ബി ധനസമാഹരണത്തിന് മസാല ബോണ്ട് ഇറക്കിയതിൽ വിദേശ നാണ്യവിനിമയ ചട്ടലംഘനമുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ED തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയത്. അതേസമയം ED നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നത് അഭിഭാഷകരുമായി ആലോചിച്ച ശേഷമാകുമെന്നും തോമസ് ഐസക് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ എന്തു നിലപാട് സ്വീകരിക്കുമെന്ന ആശങ്കയ്ക്കിടെയാണ് യോഗം. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കാര്യത്തിൽ ഗവർണർ ഉടക്കിട്ടാൽ സ്വീകരിക്കേണ്ട നിലപാടും യോഗം ചർച്ച ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും. ഇടുക്കി ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ തുടർ സമരപരിപാടികളും തീരുമാനിച്ചേക്കും. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം അടുത്ത 2 ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട്. ഈ മാസം അവസാനം തിരുവനന്തപുരത്ത് ചേരുന്ന പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളുടെ ഒരുക്കങ്ങളും ഇന്ന് ചർച്ച ചെയ്യും. വിവാദ പരാമർശവുമായി SKSSF നേതാവ് സത്താർ പന്തലൂർ. സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്താൻ വരുന്നവരുടെ കൈവെട്ടാൻ SKSSF പ്രവർത്തകർ ഉണ്ടാകുമെന്നാണ് പരാമർശം. മുഖദ സന്ദേശയാത്രയുടെ സമാപന റാലിയിൽ മലപ്പുറത്താണ് ഈ വിവാദ പരാമർശം. കേരള ജംഇയ്യത്തുലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ, അതിന്റെ ഉസ്താദുമാരെ, അതിന്റെ സാദാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവെട്ടാൻ SKSFന്റെ പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും. CV അനുമോദ് ചേരുന്ന വിവരങ്ങളുമായി. അനുമോദ്, ഇത്തരത്തിലൊരു പരാമർശം നടത്താനുണ്ടായ സാഹചര്യം എന്താണ്? എന്തോ നമുക്കറിയാം, ലീഗും സമസ്തയുമായിട്ട് കുറച്ച് നാളുകളായിട്ടുള്ള തർക്കവും ശീതസമരവും പരസ്പരമുള്ള പ്രസ്താവന യുദ്ധവും ഒക്കെ, ഇതെല്ലാം തന്നെ സമവായത്തിൽ സമരസപ്പെട്ടു പോകുമെന്ന് ലീഗിലെയും സമസ്തയിലെയും ഉന്നത നേതാക്കൾ പറയുമ്പോഴാണ് സമസ്തയുടെ ഭാഗമായിട്ടുള്ള SKSF സ്റ്റുഡൻസിന്റെ സംഘടന, വിദ്യാർത്ഥി സംഘടന SKSFന്റെ നേതാവായ സത്താർ പന്തലൂർ ഇപ്പോൾ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. ആരെങ്കിലും സമസ്ത നേതാക്കന്മാരെ വിഷമിപ്പിക്കുന്ന തരത്തിലേക്ക് നിലപാടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളുമായിട്ട് വന്നാൽ അവരുടെ കൈവെട്ടാൻ SKSF പ്രവർത്തകർ ഉണ്ടാകുമെന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മുഖദ സന്ദേശയാത്ര സമാപന റാലി ഇന്നലെ മലപ്പുറത്ത് സമാപിച്ചിരുന്നു. ആ റാലിയുടെ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. സമസ്ത മുഷാവറ ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കണം, അംഗീകരിക്കാത്തവരെ സമസ്തയ്ക്കും SKSFനും ആവശ്യമില്ല തുടങ്ങി. അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ തലയിരിക്കുമ്പോൾ വാലാടേണ്ട എന്ന പരോക്ഷ വിമർശനം നടത്തിയ പരാമർശത്തിനെതിരെ അദ്ദേഹം സത്താർ പന്തലൂർ പരാമർശം നടത്തി. SKSF ഇടപെടേണ്ടതില്ല എന്ന തരത്തിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന അംഗീകരിക്കാനാവില്ല. സമുദായത്തെ വഴിതെറ്റിക്കാൻ പലരും വന്നപ്പോഴാണ് SKSF ഇടപെട്ടത്. എന്നാൽ SKSF ഇടപെടേണ്ടതില്ല, നിങ്ങൾക്കല്പം വികാരം കൂടുതലാണ്, തലയുള്ളപ്പോൾ വാൽ ഇടപെടേണ്ട കാര്യമെന്ത് എന്നെല്ലാം പറഞ്ഞ് പ്രസ്ഥാനത്തെ മോശമായി ചിത്രീകരിച്ചു എന്നെല്ലാമാണ് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളുള്ളത്. നമ്മൾ ആരെയും പേരെടുത്ത് പറഞ്ഞെങ്കിൽ പോലും ലീഗ് നേതാക്കളെ തന്നെ ലക്ഷ്യമിട്ടുള്ള പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. എന്തോ സത്താർ പന്തലൂരിന്റെ വിവാദ പരാമർശത്തിന്റെ വിശദാംശങ്ങളാണ് CV അനുമോദ് പങ്കുവച്ചത്. സമസ്ത പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടാനുണ്ടാകും പ്രവർത്തകർ എന്നുള്ളതാണ് സത്താർ പന്തലൂർ പറഞ്ഞത്. മറ്റു വാർത്തകളിലേക്ക് പോയാൽ മകരവിളക്കിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ തുടർന്ന് സന്നിധാനത്ത് തിരക്ക് കുറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർ മകരജ്യോതി ദർശനത്തിനായി പർണശാലകൾ കെട്ടിത്തുടങ്ങിയ സാഹചര്യത്തിൽ സുരക്ഷ ശക്തമാക്കി. ഹോട്ടലുകളിൽ അഗ്നിശമന സേന സുരക്ഷാ പരിശോധന നടത്തുകയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഹോട്ടലുകൾക്ക് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകുകയും ചെയ്യും. പരിശോധന വരും ദിവസങ്ങളിലും തുടരും. അതേസമയം എരുമേലിയിൽ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പേട്ട തുള്ളൽ ഇന്ന് നടക്കും. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ മുതൽ തിരക്ക് കുറവാണ്. സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ കാര്യത്തിൽ
തിരക്ക് കുറവാണ് എന്ന് വ്യക്തമാകുന്നു. ഒറ്റ വരിയായി ആളുകൾ കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ഇന്ന് ഇപ്പോൾ തന്നെ രാവിലെ മുതൽ തന്നെ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നില്ല. പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ വന്ന സാഹചര്യവും പ്രത്യേകിച്ച് ഇന്ന് എരുമേലി പേട്ടതുള്ളൽ ഉള്ളതുകൊണ്ടും കൂടിയാണ് തിരക്ക് കുറഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും പുറത്തുനിന്നുള്ള തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിലൊക്കെ കുറവ് വന്നിട്ടുണ്ട്. അതുപോലെ മലയാളികളുടെ എണ്ണത്തിൽ വളരെയേറെ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനം നേരിയ തോതിലുള്ള കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുല്ലുമേട് വഴി കൂടുതൽ ആളുകൾ എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നലെ മുതൽ തന്നെ വലിയ തോതിൽ ആളുകൾ ടെന്റുകൾ കെട്ടി ചെറിയ തോതിലുള്ള പർണശാലകളെല്ലാം കെട്ടി താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഇനി 2 ദിവസം മാത്രമാണ് മകരവിളക്ക് ദർശനത്തിന് ഉള്ളത്. അപ്പോൾ മകരജ്യോതി ദർശിച്ച ശേഷം മടങ്ങാമെന്ന ആഗ്രഹത്തിലാണ് ആളുകൾ ഇപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ടെന്റുകൾ കെട്ടി താമസിക്കുന്നത്. അവർക്കുള്ള സൗകര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡ് ഒരുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം അവർക്കുള്ള അന്നദാനം അടക്കമുള്ള കാര്യങ്ങൾ 3 നേരവും ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. ആ തരത്തിൽ നോക്കുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങും എന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം ഇന്ന് എരുമേലി പേട്ടതുള്ളലാണ്. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പേട്ടതുള്ളൽ നടക്കും. രാവിലെ അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളലിനായി എത്തും. ചെറിയ അമ്പലത്തിൽ നിന്ന് ശാസ്താക്ഷേത്രത്തിൽ നിന്ന് വാവര് പള്ളിയിലേക്ക് പോവുകയും അവിടെ നിന്ന് വാവര് പ്രതിനിധിയുമായി നീങ്ങുകയും ചെയ്യും. ഉച്ച കഴിഞ്ഞാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളലിന് വലിയ തോതിലുള്ള ആളുകൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമുള്ള തിരക്ക് എത്രത്തോളം ഉണ്ടാകുമെന്നാണ് പ്രത്യേകിച്ചും നമുക്ക് നോക്കേണ്ടത്. കാരണം അതിനുശേഷം ആളുകൾ കൂടുതൽ പേർ ദർശനത്തിന് എത്തുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കുകയും ചെയ്യും. ശരി, സജീവ് വാര്യറാണ് വിവരങ്ങൾ നൽകിയത് ശബരിമലയിൽ നിന്ന്, സന്നിധാനത്ത് നിന്ന്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ അടൽ സേതു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. വൈകിട്ട് 3:30 ഉദ്ഘാടനം. 21.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാലത്തിന്റെ 16.5 കിലോമീറ്ററും കടലിലൂടെയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നായിട്ടാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിനെ വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ നഗരമായ മുംബൈയിലെ 2ാമത്തെ കടൽപ്പാലമാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. ആദ്യത്തെ ബാന്ദ്ര വർലി കടൽപ്പാലം തുറന്നുകൊടുത്ത് 14 വർഷത്തിന് ശേഷമാണ് അടുത്ത കടൽപ്പാലം നാടിന് സമർപ്പിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നറിയപ്പെടുന്ന പാലത്തിന് അടൽ സേതു എന്ന പേര് നൽകിയത്. 18,000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 21.8 കിലോമീറ്റർ നീളമുള്ള പാലം ലോകത്തെ ഏറ്റവും നീളമേറിയ 12ാമത്തെ പാലം എന്ന റെക്കോർഡും സ്വന്തമാക്കി. 21.8 കിലോമീറ്റർ നീളമുള്ള പാലത്തിന്റെ 16.5 കിലോമീറ്റർ ഭാഗം കടലിലും ശേഷിക്കുന്ന 5.5 കിലോമീറ്റർ ഭാഗം കരയിലുമാണുള്ളത്. മുംബൈയിലെ സെവരിയിൽ നിന്ന് ആരംഭിച്ച് റായ്ഗഡ് ജില്ലയിലെ നവശേവയിൽ അവസാനിക്കുന്ന തരത്തിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. 6 വരിയിലൂടെയാണ് പാലത്തിൽ ഗതാഗതം കടന്നു പോകുന്നത്. പാലത്തിൽ വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മോട്ടോർ സൈക്കിളുകൾ, മുച്ചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ, ട്രാക്ടറുകൾ, മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങൾ, സാവധാനത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് പാലത്തിലേക്ക് പ്രവേശനമില്ല. 4 ചക്ര വാഹനങ്ങളുടെ പരമാവധി വേഗത മണിക്കൂറിൽ 100 കിലോമീറ്റർ ആയിരിക്കും. പാലത്തിന്റെ കയറ്റത്തിലും ഇറക്കത്തിലും വേഗത മണിക്കൂറിൽ 40 കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പാലം വരുന്നതോടെ മുംബൈ നവി മുംബൈ യാത്ര വെറും 20 മിനിറ്റിൽ പൂർത്തിയാക്കാനാകും. നിലവിൽ ഇതിനായി എടുക്കുന്നത് 2 മണിക്കൂറിലേറെ നേരമാണ്. 2024 മുതൽ 2053 വരെയുള്ള 30 വർഷത്തേക്കാണ് ടോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. കാറുകളടക്കമുള്ള 4 ചക്ര വാഹനങ്ങൾക്ക് 360 രൂപയാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക്. ഇതിൽ പിന്നീട് മാറ്റമുണ്ടായേക്കും. മിനി ബസ്സുകൾക്ക് 560 രൂപയാണ്. ബസ് അല്ലെങ്കിൽ ഡബിൾ ആക്സിൽ ട്രക്കുകൾക്ക് 1180 രൂപയും 3 ആക്സിലുള്ള ട്രക്കുകൾക്ക് 1290 രൂപയും 4 മുതൽ 6 ആക്സിലുള്ള വാഹനങ്ങൾക്ക് 1850 രൂപയും വലിപ്പമുള്ള വാഹനങ്ങൾക്ക് 2250 രൂപയുമാണ് ടോൾ നിരക്ക്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റാണ് ഇത്തവണത്തേത്. പുതിയ സർക്കാർ അധികാരത്തിൽ വരാനിരിക്കെ ഇടക്കാല ബജറ്റോ വോട്ട് ഓൺ അക്കൗണ്ടോ ആയിട്ടാണ് ഇത് അവതരിപ്പിക്കാറ്. എന്നാൽ ഇത്തവണ പതിവിന് വിരുദ്ധമായിട്ടുള്ള ഒരു മുഴുവൻ ബജറ്റാകും അവതരിപ്പിക്കുക എന്നാണ് സൂചന. 5 വിഷയങ്ങൾക്കാണ് ഇത്തവണത്തെ ബജറ്റ് ഊന്നൽ നൽകുന്നത് എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വെളിപ്പെടുത്തൽ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴോ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴോ അവതരിപ്പിക്കുന്ന താൽക്കാലിക ബജറ്റിനെയാണ് ഇടക്കാല ബജറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത് വരെയുള്ള സമയത്തേക്കുള്ള താൽക്കാലിക ക്രമീകരണമാണിത്.
പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതുവരെയുള്ള ഹ്രസ്വകാല ചെലവ് ആവശ്യകതകൾ നികത്തുന്നതിനായി കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ സർക്കാരിനുള്ള മുൻകൂർ ഗ്രാന്റാണിത്. വോട്ട് ഓൺ അക്കൗണ്ട് ഇടക്കാല ബജറ്റിൽ നിന്നും വ്യത്യസ്തമാണ്. ഇടക്കാല ബജറ്റിൽ സർക്കാരിന്റെ ചെലവുകൾക്ക് അപ്പുറമുള്ളവയും ഉൾപ്പെടും. വോട്ട് ഓൺ അക്കൗണ്ടിൽ സർക്കാരിന്റെ ചെലവുകൾ മാത്രമാണ് രേഖപ്പെടുത്തുക. ഇതിന് വിരുദ്ധമായി 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റായിരിക്കും ഇത്തവണത്തേതെന്നാണ് നിർമ്മലാ സീതാരാമൻ നൽകുന്ന സൂചന. 5 സാമൂഹ്യ വിഭാഗങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ളതാണ് ഇത്തവണത്തെ ബജറ്റെന്ന് നിർമ്മലാ സീതാരാമൻ വെളിപ്പെടുത്തി. ദരിദ്രർ, സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ, ആദിവാസികൾ എന്നിവരുടെ ക്ഷേമത്തിനാണ് പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുള്ളത്. നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന 6ാമത്തെ കേന്ദ്ര ബജറ്റാണിത്. സ്ത്രീകൾ, ദരിദ്രർ, യുവജനങ്ങൾ, കർഷകർ, ആദിവാസികൾ എന്നിവർക്കുള്ള ക്ഷേമ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും ബജറ്റ്. സമൂഹത്തിലെ ഈ വിഭാഗങ്ങൾക്കായി നിലവിലുള്ള പദ്ധതികൾക്കുള്ള വിഹിതം മെച്ചപ്പെടുത്താനും സാധ്യതയുണ്ട്. പുതിയ സ്കീമുകൾ പ്രഖ്യാപിച്ചേക്കാം. സ്കൂൾ വിദ്യാഭ്യാസം, സാക്ഷരത, ഉന്നത വിദ്യാഭ്യാസം എന്നീ മേഖലകളും കേന്ദ്ര ബിന്ദു ആയേക്കും. വനിതാ കർഷകർക്കുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇരട്ടിയാക്കാനുള്ള നിർദ്ദേശങ്ങളും ബജറ്റിൽ ഉൾപ്പെടുത്തിയേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അയോധ്യ ഒരുങ്ങുന്നു. അയോധ്യ രാമക്ഷേത്രം പ്രതിഷ്ഠയ്ക്കൊരുങ്ങുമ്പോൾ വിശ്വാസികളോടൊപ്പം സന്തോഷിക്കുന്നവരാണ് സഞ്ചാരികളും. ഇന്ത്യയിൽ വലിയ സാധ്യതയാണ് ആധ്യാത്മിക ടൂറിസത്തിന് എന്നത് പച്ചപരമാർത്ഥമാണ്. അതിന് രാമക്ഷേത്രം വലിയൊരു സഹായമാകും. വരും വർഷങ്ങളിൽ ആധ്യാത്മിക ടൂറിസം ഇന്ത്യയിൽ വർദ്ധിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. അടുത്ത 7 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ സ്പിരിച്വൽ ടൂറിസം 7 മുതൽ 9% വരെ വളർച്ച പ്രാപിക്കുമെന്നാണ് റിപ്പോർട്ട്. കോവിഡിന് ശേഷമുള്ള കാലയളവിൽ ഇന്ത്യയിലെ വിനോദസഞ്ചാര മേഖല തിരിച്ചുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് സ്പിരിച്വൽ ടൂറിസമാണ്. 2020 ഇന്ത്യയിൽ $44 ബില്യൺ ബിസിനസ്സാണ് ഈ മേഖലയിൽ നടന്നതെങ്കിൽ 2023 ആയപ്പോൾ അത് ഏകദേശം $56 ബില്യൺ ഉയർന്നു. ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനം വഴി കോവിഡിന് ശേഷം രാജ്യത്തെ ടൂറിസം മേഖലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായി. ഈ ക്ഷേത്ര നഗരങ്ങളുടെ പട്ടികയിൽ അയോധ്യയും ഉൾപ്പെടുന്നുണ്ട്. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടെ ഇവിടേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷ. ആത്മീയ യാത്രകൾ പണ്ടത്തേതുപോലെ തീർത്ഥാടനങ്ങളിൽ മാത്രമായി ഇപ്പോൾ പലരും ഒതുക്കാറില്ലെന്നും ആ പ്രദേശത്തെ മറ്റ് അനുഭവങ്ങളും സാഹസികതകളും പര്യവേക്ഷണം ചെയ്യാൻ പലരും സമയം കണ്ടെത്താറുണ്ടെന്നും SOTC ട്രാവൽ ഹോളിഡേയ്സ് കൺട്രി ഹെഡും പ്രസിഡന്റുമായ ഡാനിയൽ ഡിസൂസ പറയുന്നു. ഉദാഹരണത്തിന് വൈഷ്ണോദേവി ക്ഷേത്രത്തിലെത്തിയാൽ രാമേശ്വരം വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗും നൈറ്റ് ട്രക്കിംഗും എല്ലാം നടത്താം. ഋഷികേശിലെ ബംഗി ജമ്പിംഗും പ്രശസ്തമാണ്. ഗംഗയിൽ വരുന്നവരെ അവിടെയുള്ള സൂര്യാസ്തമയത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ആകർഷിക്കാറുണ്ട്. ഗംഗയിൽ വരുന്നവർക്ക് ബോട്ടിംഗ് നടത്താനുള്ള സൗകര്യവുമുണ്ട്. വാരണാസിയിൽ എത്തുന്നവർ സന്ദർശിക്കുന്ന മറ്റൊരു സ്ഥലമാണ് നെയ്ത്തുകാരുടെ ഗ്രാമം. കോവിഡ് മഹാമാരിക്ക് ശേഷം സഞ്ചാരികളുടെ മുൻഗണനകൾ തന്നെ മാറിയെന്നും അത് സ്പിരിച്വൽ ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായെന്നും ഡാനിയൽ ഡിസൂസ പറയുന്നു. 2019 ചാർധാം തീർത്ഥാടനത്തിൽ 34 ലക്ഷം വിനോദസഞ്ചാരികളാണ് പങ്കെടുത്തത്. കോവിഡിനെ തുടർന്നുള്ള 2 വർഷങ്ങളിൽ ഇവിടെ തീർത്ഥാടനം നടന്നിരുന്നില്ല. 2022 ഇവിടെ 35.2 ലക്ഷം സന്ദർശകരാണ് എത്തിയത്. 2023 ഇവിടേക്കെത്തിയ സന്ദർശകരുടെ എണ്ണം 56.1 ലക്ഷമായി ഉയർന്നു. റോഡ് ഗതാഗതം ഉൾപ്പെടെ ഇവിടേക്കുള്ള അടിസ്ഥാന സൗകര്യവും മെച്ചപ്പെട്ടിട്ടുണ്ട്. അഹമ്മദാബാദിൽ നിന്നും നാഥദ്വാരയിലെ ശ്രീനാഥ്ജി ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ഇതിന് ഉദാഹരണമാണ്. വാരാന്ത്യങ്ങളിൽ ധാരാളം തീർത്ഥാടകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ആനന്ദ് അഡ്വൈസേഴ്സ് ലിമിറ്റഡിന്റെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് ഡയറക്ടർ അതുൽ തക്കർ പറയുന്നു, 2022 അമർനാഥിൽ 3 ലക്ഷം തീർത്ഥാടകരാണ് എത്തിയത്. 2023 അത് 4.3 ലക്ഷം സന്ദർശകരായി ഉയർന്നു. 2023 ഗോവയിൽ 85 ലക്ഷം വിനോദസഞ്ചാരികളാണ് എത്തിയതെങ്കിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ 3 കോടി തീർത്ഥാടകരാണ് ഇതേ കാലയളവിൽ എത്തിയത്. പുതുവർഷ ദിനത്തിൽ ഓയോയിലും കൂടുതൽ പേരും തിരഞ്ഞത് ബീച്ചുകളെയും ഹിൽ സ്റ്റേഷനുകളെയും കുറിച്ചല്ലെന്നും മറിച്ച് അയോധ്യയെക്കുറിച്ചാണെന്നും ഓയോ സ്ഥാപകൻ റിതേഷ് അഗർവാളും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പുതുവർഷ ദിനം ഓയോയിൽ 80% പേരും തിരഞ്ഞത് അയോധ്യയെക്കുറിച്ചാണ്.
കേരളത്തിലെ രാമക്ഷേത്രങ്ങളിലൂടെ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങളാണ് നാടെങ്ങും. രാമചരിതം പങ്കുവയ്ക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിലുമുണ്ട്. അങ്ങനെയൊന്നാണ് ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രം. പ്രതിഷ്ഠ രാമനല്ലെങ്കിലും രാമക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ സഹോദരനായ ഭരതനെ കണ്ടുമടങ്ങാൻ കൂടൽമാണിക്യത്തിൽ എത്തണം. തൃപ്രയാറിൽ ശ്രീരാമനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ കൂടൽമാണിക്യത്തെത്തി ഭരതനെ തൊഴാതെ മടങ്ങുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിൽ തന്നെ അപൂർവം ഭരത പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം. 30 ഏക്കറോളം പരന്നുകിടക്കുന്ന ഭൂസമ്പത്തുള്ള ഒരു ക്ഷേത്രം. ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ഭക്തർ ഇവിടെയെത്തി ഭഗവാനെ കണ്ട് തൊഴുത് അനുഗ്രഹം നേടി മടങ്ങുന്നു. നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഒരാൾ പൊക്കമുള്ള ഭരത പ്രതിമ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പൂജ ഏറ്റുവാങ്ങിയ ശ്രീരാമ പ്രതിമയ്ക്കൊപ്പമുള്ളത്. വനവാസത്തിനു പോയ സഹോദരൻ ശ്രീരാമൻ മടങ്ങിവരുന്ന സന്തോഷം നിറഞ്ഞ ഭാവമുള്ള പ്രതിഷ്ഠയാണിത്. ഉപദേവതകളില്ല. ക്ഷേത്ര ചടങ്ങുകൾക്കും മറ്റുള്ള ക്ഷേത്രങ്ങളെക്കാൾ ഏറെ വ്യത്യാസങ്ങൾ. വഴുതനിങ്ങ വഴിപാടും മീനൂട്ടുമൊക്കെ വ്യത്യസ്തമായ ആചാരങ്ങൾ. ഭാരതത്തിലെ ഏക ഭരതക്ഷേത്രമാണ് ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രം. ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, മാലമ്പലക്കാലത്ത്, ഒരു മാസം നീണ്ടു നിൽക്കുന്ന മാലമ്പലക്കാലത്ത് കേരളത്തിൻ്റെ, തമിഴ്നാടിൻ്റെ, കർണാടകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നാലമ്പലം തൊഴാൻ വരിക. ആദ്യം തൃപ്പയാറ് തൊഴുത്, പിന്നെ ഭരതക്ഷേത്രത്തിൽ തൊഴുത്, മൂഴിക്കുളം പായമ്മിൽ അതാണ് ഇത്. ഭഗവാൻ ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പാതുകം വെച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ഭരതക്ഷേത്രത്തിനുള്ളത്. വാസ്തുപരമായി ഏറെ പ്രത്യേകതയുള്ള ക്ഷേത്രം. കേരള ചരിത്രത്തിന്റെ മാറ്റങ്ങൾ കൂടി പ്രതിഫലിക്കുന്നു കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ. 8-ാം നൂറ്റാണ്ടിലെയും 12-ാം നൂറ്റാണ്ടിലെയും രാജശാസനകൾ ക്ഷേത്രത്തിൽ കാണാം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ കൂത്തമ്പലം വാസ്തുകലയുടെ പ്രത്യക്ഷ അത്ഭുതമാണ്. വലിയ 4 കുളങ്ങൾ ക്ഷേത്രത്തെ വലം വെക്കുന്നു. കൂടൽമാണിക്യമെന്ന പേരിന്റെ ചരിത്രവും കൗതുകമുണർത്തുന്നതാണ്. 2 നദികളുടെ സംഗമം കൂടലായെന്നും മാണിക്യമെന്നത് ശിവഭക്തരായ ജൈനരുടെ സംഭാവനയെന്നുമാണ് ഐതിഹ്യം. ധനേഷിനൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, ഇരിങ്ങാലക്കുട. ന്യൂസ് റിലേ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ